ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പറഞ്ഞ കാര്യം തിരുത്തി കുറിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ വിരുദ്ധ കരാറായ NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഇന്ത്യ ഇന്ന് വരെ ഒപ്പുവെച്ചിട്ടില്ല. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ യുറേനിയം നിക്ഷേപമുള്ള ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് ടൺ കണക്കിന് യുറേനിയം വെച്ചു നീട്ടുന്നുണ്ട്. അതും ഒരു ദശകത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം. കേൾക്കുമ്പോൾ തന്നെ ഒരു വമ്പൻ നീക്കമാണ് എന്ന് തോന്നുന്നില്ലേ? പക്ഷെ എന്താണ് അതിന്റെ പിന്നിലെ, ഈ ഒരു കാര്യത്തിന്റെ പിന്നിലെ യഥാർത്ഥ കളി? ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ ഒരു മാസ് സ്ട്രോക്ക് എന്താണ്? അതിനുള്ള ഉത്തരമാണ് ശാന്തി ആക്ട്. അതെന്താണ് എന്നും ഈ ഡീൽ ഇന്ത്യയുടെ ഭാവി എങ്ങനെ മാറ്റുമെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബേസിക് കാര്യം പറയാം. NPT അല്ലെങ്കിൽ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ആണവായുധങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാനുള്ള ഒരു ആഗോള കരാറാണ്. ഈ കരാറിൽ ഒപ്പിടാത്ത രാജ്യങ്ങൾക്ക് യുറേനിയം പോലുള്ള ആണവ ഇന്ധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്നാണ് പൊതുവെയുള്ള ഒരു നിയമം. ഇന്ത്യ സ്വന്തമായിട്ട് ആണവ പരീക്ഷണം നടത്തിയത് കൊണ്ട് തന്നെ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയ ഇന്ത്യക്ക് യുറേനിയം തരാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. 2014 ഒരു സിവിൽ ന്യൂക്ലിയർ എഗ്രിമെന്റ് ഒപ്പിട്ടെങ്കിലും വെറും ഒരൊറ്റ ഷിപ്മെന്റ് മാത്രമാണ് 2017 ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയത്. ഇന്ത്യ ഈ യുറേനിയം എടുത്ത് ബോംബ് ഉണ്ടാക്കുമോ എന്നൊരു ചെറിയ പേടി അവർക്കുണ്ടായിരുന്നു. അതാണ് ലീഗൽ കുരുക്കുകളിലേക്ക് വഴിമാറിയത്. എന്നാൽ ഇപ്പോൾ കഥ മാറിമറിഞ്ഞു. കഴിഞ്ഞ ദിവസം മെൽബണിൽ നടന്ന 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ ആനുവൽ ലീഡേഴ്സ് സമ്മിറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ PM ആന്റണി അൽബനീസും തമ്മിൽ ചരിത്രപരമായ ഒരു കമേഴ്ഷ്യൽ കരാറിൽ ഒപ്പുവെച്ചു. ഇനി മുതൽ ഓസ്ട്രേലിയൻ യുറേനിയം ഒഴുക്ക് തടസ്സമില്ലാതെ ഇന്ത്യയിലേക്ക് എത്തും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ ഇപ്പോഴും NPTയിൽ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഓസ്ട്രേലിയ ഇതിന് സമ്മതിച്ചു? അതിന്റെ പ്രധാന കാരണം ഇന്ത്യ കെട്ടിപ്പടുത്ത സ്ട്രാറ്റജിക് ട്രസ്റ്റ് അല്ലെങ്കിൽ തന്ത്രപരമായ വിശ്വാസ്യതയാണ്. ഒപ്പം ഇന്ത്യയുടെ ക്ലീൻ നോൺ പ്രൊലിഫറേഷൻ റെക്കോർഡും. ഇന്ത്യ ഇന്ന് വരെ ആണവ രഹസ്യങ്ങൾ ആർക്കും ചോർത്തി കൊടുത്തിട്ടില്ല. പിന്നെ ചൈനയെ പ്രതിരോധിക്കാൻ ക്വാഡ് സഖ്യത്തിലൂടെ ഇന്ത്യയും ഓസ്ട്രേലിയയും അടുത്ത സുഹൃത്തുക്കളായതും ഇതിനൊരു കാരണമാണ്. ഇനി വരാം നമ്മുടെ കഥയിലെ യഥാർത്ഥ ഹീറോയിലേക്ക്. ശാന്തി ആക്ട്, സേഫ് ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി ഫോർ ഇന്ത്യ ആക്ട്. ഇന്ത്യയുടെ സിവിൽ ന്യൂക്ലിയർ പോളിസിയെ അപ്പാടെ പൊളിച്ചെഴുതിയ ഒരു നിയമമാണിത്. 2025 ഡിസംബറിലാണ് ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ആണവോർജ്ജ മേഖല പൂർണ്ണമായും ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ശാന്തി ആക്ട് വഴി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ന്യൂക്ലിയർ സെക്ടർ പ്രൈവറ്റ് കമ്പനീസിന് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി പ്രൈവറ്റ് കമ്പനികൾക്കും ലൈസൻസോടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കാം, ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാം. ഈ ഒരു നിയമ പരിഷ്കാരമാണ് ഓസ്ട്രേലിയയുടെ എല്ലാ സംശയങ്ങളും തീർത്തത്. കാരണം ഇതിലൂടെ വരാൻ പോകുന്ന എല്ലാ യുറേനിയം ഇടപാടുകളും IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കർശനമായ നിരീക്ഷണത്തിലായിരിക്കും. ഇത് പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഇന്ത്യ ഉറപ്പ് നൽകി. ഇന്ത്യക്ക് എന്തിനാണ് ഇത്രയും വലിയ യുറേനിയം വേട്ട എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. നമ്മുടെ ലക്ഷ്യം ചെറുതല്ല. 2047 100 ഗിഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇത് വെറും 8.8 ഗിഗാവാട്ട് മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, വമ്പൻ ജമ്പാണ് അത്. റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യ യുറേനിയം വാങ്ങുന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ റിസർവുകളിൽ ഒന്നായ ഓസ്ട്രേലിയ കൂടി കളം നിറഞ്ഞതോടെ ഇന്ത്യയുടെ ക്ലീൻ എനർജി സ്വപ്നങ്ങൾക്ക് വൻ കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതുകൂടാതെ ഈ സമ്മിറ്റിൽ മറ്റൊരു വമ്പൻ പ്രഖ്യാപനവും ഉണ്ടായി. ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ. ഭാവിയിലെ ക്ലീൻ എനർജിക്ക് ആവശ്യമായ ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ അപൂർവ ധാതുക്കൾക്കായിട്ട് ഇരു രാജ്യങ്ങളും കൈകോർക്കുകയാണ്. ഒപ്പം ഡിഫൻസ്, സൈബർ സെക്യൂരിറ്റി, മാരിടൈം സഹകരണം തുടങ്ങി 18ഓളം കരാറുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ചൈനയ്ക്ക് നല്ല ഒന്നാന്തരം തലവേദന തന്നെയാണ്. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് ഇവിടെ തെളിയുന്നത്. നിയമങ്ങൾ മാറ്റി എഴുതിയും അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ സഖ്യങ്ങൾ ഉണ്ടാക്കിയും ഇന്ത്യ നമ്മുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുകയാണ്. NPTയിൽ ഒപ്പിടാതെ തന്നെ ഒരു വൻ ശക്തിയിൽ നിന്ന് യുറേനിയം വാങ്ങാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.